രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി ആക്ഷേപത്തിന് മറുപടിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിന്മേൽ അന്വേഷണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഉടൻ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ദില്ലി കേന്ദ്രീകരിച്ചുള്ള മാധ്യമങ്ങൾ വാർത്ത നൽകിയിരിക്കുന്നത്. അട്ടിമറിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടുനിന്നു എന്ന് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസവും ആക്ഷേപിച്ചിരുന്നു. ആ വാദം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള തത്രപ്പാടിലാണ് കമ്മീഷൻ. അതുകൊണ്ടുകൂടിയാണ് അന്വേഷണം നടത്താമെന്ന തീരുമാനത്തിലേക്ക് കമ്മീഷൻ എത്തി നിൽക്കുന്നത്. ഡൽഹിയിൽ രാഹുൽ ഗാന്ധിയുടെ എച്ച്-ഫയൽസ് ബോംബ് പുറത്തുവിട്ടതിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ തന്നെ സംശയത്തിന്റെ നിഴലിലാണ് നിൽക്കുന്നത്. സാധാരണ രാഷ്ട്രീയ വിമർശനങ്ങളിലോ തെരഞ്ഞെടുപ്പ് പരാതികളിലോ ഒതുങ്ങാതെ അദ്ദേഹം അവതരിപ്പിച്ചത് സത്യത്തിന്റെ കണ്ണുകൾ തുറപ്പിക്കുന്ന രേഖകളും തെളിവുകളുമായിരുന്നു. ഇത് വെറും വോട്ട് ചോരിയല്ല, ജനങ്ങളുടെ അവകാശങ്ങളുടെ മോഷണമാണ്. രാഹുൽ ഗാന്ധിയുടെ ഈ വാക്കുകൾ ഇന്ത്യയുടെ ആത്മാവിൽ തട്ടി പ്രതിധ്വനിക്കുകയാണ് ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി എച്ച്-ഫയൽസ് എന്ന പേരിൽ അവതരിപ്പിച്ച ഡേറ്റയിലൂടെ അനാവരണം ചെയ്യപ്പെട്ടത് ജനാധിപത്യത്തെ അട്ടിമറിച്ചതിന്റെ ഭയപ്പെടുത്തുന്ന തെളിവുകളാണ്. ഹരിയാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി വോട്ട് കൊള്ള നടന്നതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുന്നത്. പവർ പോയിന്റ് പ്രസന്റേഷൻ വഴി അവതരിപ്പിച്ച കാര്യങ്ങൾ ഞെട്ടിക്കുന്നതായിരുന്നു. ഒരേ പേരിലുള്ള 100 കണക്കിന് വോട്ടർമാർ, അതിൽ ഒരു സ്ത്രീയുടെ പേര് 223 തവണ ആവർത്തിച്ചിരിക്കുന്നു. ഒരു ബ്രസീലിയൻ മോഡലിന്റെ ഫോട്ടോ 22 തവണ ഉപയോഗിച്ച വ്യാജ വോട്ടർമാർ വോട്ട് ചെയ്തുവെന്നും രാഹുൽ പറയുന്നുണ്ട്. അൺസ്പ്ലാഷ് എന്ന വെബ്സൈറ്റിലെ ബ്രസീലിയൻ മോഡലിന്റെ ഒരു സ്റ്റോക്ക് ഫോട്ടോ ഉപയോഗിച്ച് തയ്യാറാക്കിയ കാർഡുകളിൽ സീമ, സ്വീറ്റി, സരസ്വതി എന്നിങ്ങനെ വിവിധ പേരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അന്യമായ വിലാസങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഹൗസ് നമ്പർ 0 പോലുള്ള ദുരൂഹ ഇടപാടുകളാണ് കാണിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ സാധാരണ തെരഞ്ഞെടുപ്പ് പിഴവുകളല്ലെന്ന് രാഹുൽ ഗാന്ധി വിശദീകരിച്ചതോടെയാണ് കമ്മീഷൻ കണ്ണു തുറന്നിരിക്കുന്നത്. ഇത് സംഘടിതമായ ഒരു സംവിധാനം ഉപയോഗിച്ച് ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ തെരഞ്ഞെടുപ്പ് അവകാശം ആസൂത്രിതമായി തട്ടിയെടുക്കുകയാണ് എന്ന് കൃത്യമായി സ്ഥാപിക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചിട്ടുണ്ട്. തട്ടിപ്പുകളാണെന്ന് കമ്മീഷൻ സമ്മതിക്കുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം ഹരിയാനയിൽ റീപോളിംഗ് നടക്കുമോ എന്നാണ്. വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിച്ച സർക്കാരിനെ താഴെയിറക്കാൻ നിയമ പോരാട്ടം വരെ നടത്തുമെന്ന് രാഹുൽ ഗാന്ധി അറിയിച്ചിട്ടുണ്ട്. ഒരു രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും വോട്ടറുടെ ശബ്ദത്തിനുമിടയിൽ ഇടനിലക്കാരാവാൻ ആരും പാടില്ല. ഇതൊരു പാർട്ടിയുടെ മാത്രം പോരാട്ടമല്ല, ജനാധിപത്യ മൂല്യങ്ങളെ സംരക്ഷിക്കാനുള്ള രാജ്യസ്നേഹത്തിന്റെ ഭാഗമായ പോരാട്ടമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു വെക്കുമ്പോൾ അത് രാജ്യത്തെ വോട്ടർമാർ ഹൃദയത്തിലാണ് ഏറ്റുവാങ്ങുന്നത്. സ്വതന്ത്ര ഇന്ത്യയുടെ ജനാധിപത്യം എങ്ങനെ വീണ്ടെടുക്കാം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ഉയർത്തുന്ന അടിസ്ഥാന ചോദ്യം. അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ല, അതൊരു കണ്ണാടി കൂടിയാണ് എന്ന് പറയാം. ഒരു കണ്ണാടിയിൽ പ്രതിഫലിക്കുന്നത് ഭരണകൂടത്തെയും പ്രതിപക്ഷത്തെയുമല്ല, മറിച്ച് രാജ്യത്തെ പാർട്ടികളുടെയും നിയമ സംവിധാനങ്ങളുടെയും അനാസ്ഥയും നിശബ്ദതയുമാണ് എന്ന് കാണാം. വോട്ടർ പട്ടികകളുടെ ആവർത്തനം, ടെക്നോളജി ഉപയോഗിച്ചുള്ള നിയന്ത്രണം, പരസ്യമായി കാണാത്ത ഇടപെടലുകൾ, ഇതെല്ലാം ചേർന്ന് ജനാധിപത്യ മൂല്യങ്ങളെ മലിനമാക്കുകയാണ്. ഇതിന്റെ ഭാരം പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ പാരമ്പര്യം പേർന്ന ഓരോ വോട്ടർമാരിലും വന്ന് പതിക്കുന്നുണ്ട് എന്നതാണ് സത്യം. ഒരു ദിവസം സത്യം തന്നെ വിധി പറയും എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത്. സത്യം വിധി പറയാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി എന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം.